Hello, guten Tag. Welcome back to Easy German Hub, where you can learn German simply and effectively. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന പേഴ്സണൽ പ്രൊനോമൻ അനുസരിച്ച് വെർബ് കോഞ്ചുഗേഷൻ ചെയ്യുന്ന രീതികളാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച ബേസിക് വൊക്കാബുലറിയും മാത്തമാറ്റിക്കൽ സിമ്പിൾസും ഗ്രീറ്റിംഗ്സും ഒക്കെ എല്ലാവർക്കും മനസ്സിലായി, എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. പ്രധാനമായും ഓർത്തു വെക്കേണ്ട കുറച്ച് റൈറ്റിംഗ് റൂൾസും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യം പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ വെർബ് കോഞ്ചുഗേഷനാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. പേഴ്സണൽ പ്രൊനൗൺസിന് നമ്മൾ ജർമ്മനിൽ പറയുന്നത് പേഴ്സണൽ പ്രൊനോമൻസ് എന്നാണ്. വെർബിന് പറയുന്നത് വെർബൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യത്തെ വാക്കാണ് കൊമ്മൻ. കൊമ്മൻ മീൻസ് ടു കം. കൊമ്മൻ എന്ന വെർബിൻ്റെ വെർബ് സ്റ്റെം ആണ് കൊം, KOMM. അപ്പോൾ നമ്മൾ ഇഷ് എന്ന പേഴ്സണൽ പ്രൊനോമൻ്റെ കൂടെ കൊമ്മൻ എന്ന വെർബ് കോഞ്ചുഗേറ്റ് ചെയ്ത് എഴുതുന്നത് കൊമ്മ എന്നാണ്. അതായത് എൻഡിങ് EN ചേഞ്ച്ഡ് ടു E. നെക്സ്റ്റ് ഈസ് ദു. ദുവിൻ്റെ കൂടെ വരുന്നത് കൊംസ്റ്റ് എന്നാണ്. അതായത് അവസാനത്തെ E മാറ്റിയിട്ട് നമ്മൾ അവിടെ ST ആഡ് ചെയ്തു. നെക്സ്റ്റ് വൺ ഈസ് RCS. RCSൻ്റെ കൂടെ നമ്മൾ പറയുന്നത് കൊംറ്റ്. അതായത് ആ ലാസ്റ്റ് നമ്മൾ T മാത്രമാണ് ചേർക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വിയർ. വിയറിൻ്റെ കൂടെ ഇതിൻ്റെ ഇൻഫിനിറ്റീവ് ഫോമായ കൊമ്മൻ തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇയർ. അതിൻ്റെ കൂടെയും വരുന്നത് കൊംറ്റ്. അതിൻ്റെ അവസാനം T മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. അടുത്തതായി വരുന്നത് C. അതിൻ്റെ കൂടെയും ഇതിൻ്റെ ഇൻഫിനിറ്റീവ് ഫോമായ കൊമ്മൻ തന്നെയാണ് വരുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ വിയർ, C എന്ന 3 പേഴ്സണൽ പ്രൊനോമൻസിൻ്റെ കൂടെയും വേർഡിൻ്റെ ഇൻഫിനിറ്റീവ് ഫോം തന്നെയാണ് വരുന്നത്. ഇയറിൻ്റെ കൂടെയും RCSൻ്റെ കൂടെയും എൻഡിങ് ആയിട്ട് വരുന്നത് T മാത്രമാണ്, അതായത് കൊംറ്റ്. അതായത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് ഇഷ്, കൊമ്മെ, ദു, കൊംസ്റ്റ്. ബാക്കി നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നവയാണ്. നമുക്ക് ഒരു ബൈഷ്പീൽ കൂടി നോക്കാം. നെക്സ്റ്റ് വേർഡാണ് വോനെ. ടു ലീവ് എന്നാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. ഈ വാക്കിൻ്റെ കോഞ്ചുഗേഷൻ വരുന്നത് ഇഷ്, വോന. നെക്സ്റ്റ് വൺ ഈസ് ദു വോൺസ്റ്റ്. സോ ദ EN ഈസ് ചേഞ്ച്ഡ് ടു ST. ദാറ്റ് ഈസ് യു ലീവ്. നെക്സ്റ്റ് വൺ ഈസ് RCS, വോണ്ട്. ഹി, ഷീ, ഇറ്റ് ലീവ്സ്. RCS, വോണ്ട്. അടുത്തതായി വരുന്നത് വിയർ. വിയറിൻ്റെ കോഞ്ചുഗേഷനാണ് വോനൻ. അടുത്തതായി ഇയർ, വോണ്ട്. ഫോർ പ്ലൂറൽ ഇൻഫോർമൽ യു. അടുത്തതായി C. ഇതിലും നമ്മൾ ആ ഇൻഫിനിറ്റീവ് ഫോമായ വോണൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് ഇതിലും കാണാൻ പറ്റും വിയർ, C നമ്മൾ ഇൻഫിനിറ്റീവ് ഫോമും ഇയർ, RCSൽ നമ്മൾ T എൻഡിങ്ങിൽ വോണ്ട് എന്നുമാണ് ഉപയോഗിക്കുന്നത്. നമുക്കൊരു ബൈഷ്പീൽ കൂടി നോക്കാം. നെക്സ്റ്റ് വൺ ഈസ് ഫെർസ്റ്റേൻ, ടു അണ്ടർസ്റ്റാൻഡ്. ഈ വെർബിൻ്റെ കോഞ്ചുഗേഷൻ വരുന്നത് ഇഷ്, ഫെർസ്റ്റേ, ദു, ഫെർസ്റ്റേസ്റ്റ്, RCS, ഫെർസ്റ്റേറ്റ്, വിയർ, ഫെർസ്റ്റേൻ, ഇയർ, ഫെർസ്റ്റേറ്റ് ആൻഡ് C, ഫെർസ്റ്റേൻ. നമ്മൾ ഉപയോഗിക്കുന്ന റെഗുലർ വെർബ്സിനെല്ലാം ഈ ഒരു കോഞ്ചുഗേഷനാണ് വരുന്നത്. ഇനി നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു കോഞ്ചുഗേഷൻ കാണുകയാണെങ്കിൽ അത് റെഗുലർ അല്ല, അത് ഇറഗുലർ വെർബാണ്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പഠിക്കാം. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് നമുക്ക് ലഭിക്കുന്ന വെർബ് നമ്മൾ ആദ്യം വെർബ് സ്റ്റെമ്മും അതിൻ്റെ എൻഡിങ്ങുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇഷ് എന്ന പേഴ്സണൽ പ്രൊനോമൻ്റെ കൂടെ വെർബ് സ്റ്റെം പ്ലസ് ഇയും, ദു എന്ന പേഴ്സണൽ പ്രൊനോമൻ്റെ കൂടെ വെർബ് സ്റ്റെം പ്ലസ് ST. നെക്സ്റ്റ് ഈസ് RCS. അതിൻ്റെ കൂടെ വരുന്നത് വെർബ് സ്റ്റെം പ്ലസ് T. വിയർ, വെർബ് സ്റ്റെം പ്ലസ് EN, അതായത് ഇൻഫിനിറ്റീവ് ഫോം. നെക്സ്റ്റ് ഈസ് ഇയർ, വെർബ് സ്റ്റെം പ്ലസ് T. അടുത്തതായി C, വെർബ് സ്റ്റെം പ്ലസ് EN, അതായത് ഇൻഫിനിറ്റീവ് ഫോം. ഇതെല്ലാവരും ഓർത്തു വെച്ചാൽ മതിയാവും. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറയാം. നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്ന വെർബാണ് സ്പീലൻ, ടു പ്ലേ. ഇതിൻ്റെ വെർബ് സ്റ്റെമ്മായിട്ട് വരുന്നത് സ്പീൽ, എൻഡിങ് EN. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഇഷ് ഫോമിൽ ചേർക്കുന്നത് ഇഷ്,
സ്പീലെ, അതായത് വെർബ് സ്റ്റെം സ്പീൽ പ്ലസ് ഇ. ദു സ്പീൽസ്റ്റ്, അവസാനം നമ്മൾ ST ആണ് ചേർത്തിരിക്കുന്നത്. അടുത്തതാണ് എർസിയസ് സ്പീൽറ്റ്, ലാസ്റ്റ് എൻഡിങ്ങിൽ നമ്മൾ T മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്തതാണ് വിയർ സ്പീലൻ, ഇൻഫിനിറ്റീവ് ഫോം. അടുത്തത് ഇയർ സ്പീൽറ്റ്, T മാത്രമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സി ഓർഡർ സി സ്പീലൻ, ഇൻഫിനിറ്റീവ് ഫോം തന്നെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ നമ്മൾ ഇറഗുലർ വെർബ്സിൻ്റെ കോഞ്ചുഗേഷനാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക, അല്ലെങ്കിൽ തന്നിരിക്കുന്ന മെയിൽ ID യിലോട്ട് ഇമെയിൽ ചെയ്യുക. ഓക്കെ, ചൂസ്.